ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മെഷീനിൽ നിന്നാണ്. നിങ്ങൾക്ക് അനുഗ്രഹം വേണോ? നിങ്ങളും നിങ്ങളുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടണമോ? അതിനുള്ള വചനങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത്. സഖറിയ പ്രവചനം 8-ാം അധ്യായം 13-ാമത്തെ വാക്യം. യൂദാ ഭവനമേ, ഇസ്രായേൽ ഭവനമേ, നിങ്ങൾ ജനതകളുടെ ഇടയിൽ ശാപമായിരുന്നതുപോലെ ഞാൻ നിങ്ങളെ രക്ഷിച്ച് അനുഗ്രഹമാക്കും. ഭയപ്പെടേണ്ട, കരുത്താർജിക്കുവിൻ. നമ്മൾ ഇത്രയും ചെയ്താൽ മതി. ഭയപ്പെടേണ്ട, രക്ഷയില്ലെന്നും പറഞ്ഞ് ഇനി ഇരിക്കണ്ട. അതിൻ്റെ കാലാവധി എക്സ്പയറായി. ഏത് രക്ഷയില്ലെന്നുള്ള ചിന്ത, ആ അവസ്ഥകളില്ലേ, ഇന്ന് മുതൽ മാറ്റം വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ സഖറിയ 8:13 ഈ വചനം പ്രാർത്ഥിക്കുക. ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ ഞാൻ നിറയപ്പെടട്ടെ, എൻ്റെ കുടുംബം നിറയപ്പെടട്ടെ, എൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യൂദാ ഭവനമേ, ഇസ്രായേൽ ഭവനമേ, നിങ്ങൾ ജനതകളുടെ ഇടയിൽ ശാപമായിരുന്നതുപോലെ ഞാൻ നിങ്ങളെ രക്ഷിച്ച് അനുഗ്രഹിക്കും. ആരാണ് രക്ഷകൻ? രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ ആ രക്ഷകൻ, യേശുവിൻ്റെ രക്ഷ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമ്മൾ ആരായിരുന്നാലും എന്തായിരുന്നാലും ഭയപ്പെടേണ്ട, കരുത്താർജിക്കുവിൻ. ഇന്ന് മനസ്സിടിഞ്ഞ് വിഷമിച്ച് നിരാശപ്പെട്ട് കഴിയേണ്ട കാലഘട്ടമല്ല. വിഷാദമൊക്കെ പോയി മറയട്ടെ. 1 പത്രോസ് 3:9 പറയുന്നുണ്ട്. അടുത്ത അനുഗ്രഹത്തിൻ്റെ വചനമാണ്. അപ്പോൾ സഖറിയ 8:13 മറന്നു പോരുത്. അടുത്തത് 1 പത്രോസ് 3:9. തിന്മയ്ക്കു തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അപ്പോൾ ആദ്യം പറഞ്ഞത് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുവിൻ. ഭയപ്പെടേണ്ട, രോഗത്തെ ഭയപ്പെടേണ്ട, പരീക്ഷയെ ഭയപ്പെടേണ്ട, ഇതുവരെ ഉണ്ടായ നഷ്ടത്തെയും കഷ്ടത്തെയും വെല്ലുവിളികളെയും അവമാനഭാരത്തെയും ഭയപ്പെടേണ്ട. രക്ഷകൻ നിങ്ങളെ ഉയർത്താനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് ദൈവമേ, യേശുവേ രക്ഷക, ആ ഒരു ബോധ്യത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ 1 പത്രോസ് 3:9 തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ. ഈ വീഡിയോ തീർച്ചയായിട്ടും കൂടുതൽ ആളുകൾക്ക് അനുഭവം ഉണ്ടാകും, എഫക്റ്റീവാണ്. നിങ്ങൾ രണ്ടല്ല ഒന്നാണെന്ന് പറയുന്നത് പോലെ എൻ്റെ ജീവിത പങ്കാളിയാണ് ഇന്ന് സന്ധ്യ ആയപ്പോൾ പറഞ്ഞ് അനുഗ്രഹത്തിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാനായിട്ട് പറഞ്ഞു. ഇതിനു മുമ്പും ജീവിത പങ്കാളി പറഞ്ഞ ആ ഹെഡ്ലൈൻ അല്ലെങ്കിൽ ആ മെസ്സേജ് വെച്ചിട്ട് ചെയ്ത അവസരങ്ങളിൽ അങ്ങനെ എങ്ങനെയും പറയില്ല, പക്ഷെ പറയുന്ന സമയത്ത് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ദൈവിക ഇടപെടലും അനുഭവവുമായി തീർന്നിട്ടുണ്ട്. കാരണം വീട് ഒരു യാഥാർത്ഥ്യമോ എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ട് എത്രയൊക്കെ 10,000-50,000 അത്രയും പേരൊക്കെ കണ്ടു. അതും അതിൻ്റെ അപ്പുറമായിട്ടുണ്ടാകും. അപ്പോൾ പ്രാർത്ഥിച്ച് കിട്ടിയ ആ ബോധ്യത്തോടെയാണ് ഈ വചനം ചെയ്യുന്നത്. തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. ആരെ? നമ്മുടെ ദോഷത്തിനും തകർച്ചയ്ക്കും കാരണമായവരാരായിരുന്നാലും. കാരണം വ്യക്തി ശത്രുവല്ല, ശത്രു പിശാചാണ്. പക്ഷെ സാത്താൻ നമ്മളെ ബന്ധങ്ങൾ ഉലച്ച് കളയാനായിട്ട്, നമ്മളെ ബന്ധനത്തിലാക്കി കളയും. അപ്പോൾ ബന്ധത്തകർച്ച മാറണം. ബന്ധത്തകർച്ച മാറിയാലേ അനുഗ്രഹം വരൂ. ഒത്തിരി അനുഭവങ്ങളുണ്ട്, എൻ്റെ വ്യക്തി ജീവിതത്തിൽ തന്നെയുണ്ട്. ഇന്നലെ ഞങ്ങളിവിടെ പറഞ്ഞ ശത്രുവിലൂടെ അനുഗ്രഹം കൊണ്ടുവരുന്ന ഒരു ദൈവം. കാരണം ഈ പപ്പക്ക് എത്ര കിട്ടിയാലും പഠിക്കൂലെന്ന് എൻ്റെ ഭാര്യയും മക്കളും പറയും. എത്ര കിട്ടിയാലും പഠിക്കൂല, കിട്ടും പറഞ്ഞോളൂ എന്ന് പറയും. കാരണം ഞാൻ നാണം കെട്ട് എത്ര വിഷമം ഉണ്ടാക്കിയാലും, വിഷമിപ്പിച്ച ആൾക്കാരായാലും അകത്ത് നിന്നാലും പുറത്തായാലും എനിക്ക് ദൈവം തരുന്ന ബോധ്യം, അങ്ങോട്ട് നാണം കെട്ട് സ്നേഹിക്കുകയും സഹായിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നലെ അതുപോലെ വ്യക്തമായ ഒരു അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ എൻ്റെ ജീവിതപങ്കാളി പറഞ്ഞു, ശത്രുവിലൂടെ അനുഗ്രഹം കൊണ്ടുവരുന്ന ദൈവം. നമ്മൾ വെട്ടിമുറിച്ചങ്ങാട് എന്നേക്കാട്ട് അകത്തിക്കളഞ്ഞാലാ പോയി കഥ. ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വല്ല വിലയുണ്ടോ? ഒരു വിലയില്ല. അത് ഫരിസേയൻ്റെ പ്രാർത്ഥന പോലെ ആയിപ്പോവും. ന്യായീകരണവും തർക്കവും വിമർശനവും എല്ലാം പറഞ്ഞുള്ള ഒരു
ആ ഒരു പ്രാർത്ഥനയല്ല. മാറത്തടിച്ച് കരഞ്ഞ് ദൈവമേ ഞാൻ പാപിയാണേ എന്നും പറഞ്ഞ് മാനസാന്തരത്തിൻ്റെ അനുഭവം പുറപ്പെടുവിക്കാം. അപ്പോൾ അനുഗ്രഹിക്കണം, ശത്രുവിനെ അനുഗ്രഹിക്കണം. ശത്രുവിലൂടെ അനുഗ്രഹം കൊണ്ടുവരും ദൈവം. അപ്പോൾ തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവാൻ, അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ. സംശയ മനസ്ഥിതി കളയും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. 2025 പറഞ്ഞിട്ട് അനുഗ്രഹമുള്ള ഒരു കാര്യവും വന്നിട്ടില്ല, അല്ലെങ്കിൽ ഒന്നും നമുക്ക് നടക്കുന്നില്ല എന്ന് പറഞ്ഞ് തലേന്ന് അതൊക്കെ കളയി, ഈ നെഗറ്റീവ് ചിന്ത കളയി, അപ്പം തന്നെ രക്ഷപ്പെടും. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ നിങ്ങൾ, ഞങ്ങൾ. അങ്ങനെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഇന്നു മുതൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടും, ഈ വചനത്തിൻ്റെ അഭിഷേകം ഉണ്ടാകും. ബ്രദർ, ഇത് സ്വന്തം അനുഭവങ്ങളിൽ നിന്നും കൂടെയാണ് പറയുന്നത്. ഓരോ ദിവസവും ധാരാളം ആളുകളെ ഫോണിൽ കൂടെ കണ്ടെത്തും, നേരിട്ട് വരാറുണ്ട്. ചില സ്ഥലത്തൊക്കെ പ്രാർത്ഥിക്കാൻ പോയിട്ട് ഒരിക്കലും അസാധ്യമെന്ന് അവർ പറഞ്ഞിരിക്കുന്ന കറുത്ത് ഇരുണ്ട് മടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഭയങ്കര നെഗറ്റീവ് എനർജി. പക്ഷേ പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥിച്ച് NLP ഒക്കെ ഇട്ട് അനുഗ്രഹിച്ച് അനുഗ്രഹം കൊടുത്ത് പ്രാർത്ഥിക്കും. ഇന്നൊരു വ്യക്തി ഇതുപോലെ ഇവിടെ വന്ന് പ്രാർത്ഥിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, NLP ഇട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നലെ ഈ വ്യക്തിക്ക് ഏറ്റവും ഉപദ്രവം ഉണ്ടാക്കിയ വ്യക്തി ഒന്നും അറിയാത്തോട്ട് മാനസാന്തരപ്പെട്ട പോലെ ഫോണിൽ വിളിച്ച്, അപ്പോൾ സ്പീക്കറിലിട്ട്, കാരണം ബ്രദർ ഒന്ന് കേൾക്കട്ടെ ഈ കാഠിന്യം, ഈ ശത്രുത. പക്ഷേ പഞ്ഞിക്കട്ട പോലെയായി മാനസാന്തരപ്പെട്ട് ഭയങ്കര കരുണ തോന്നുന്ന രീതിയിൽ, അലിവ് തോന്നുന്ന രീതിയിൽ, ക്ഷമിക്കാൻ പറ്റുന്ന രീതിയിൽ സംഭാഷണത്തിന് വിളിച്ച അവസ്ഥ. തർക്കവും ന്യായീകരണമല്ല, കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ചല്ല, മാനസാന്തരപ്പെട്ടുള്ള ഒരു വിളി. അപ്പോൾ അതാണ്. വീണ്ടും വീണ്ടും തെറ്റുകൾ പറ്റിയേക്കാം, നമുക്കും പറ്റൂലേ? എന്നുവരെ ഉണ്ടാവും, മരണം വരെ ഉണ്ടായേക്കാം, മരണം വരെ ക്ഷമിക്കേണ്ടി വന്നേക്കാം. ഞാൻ 20 വർഷത്തോളം മുടക്കമില്ലാതെ പ്രശാന്തച്ചൻ്റെ കൂടെ ആലപ്പുഴ IMSൽ ദമ്പതി ധ്യാനത്തിന് കൊടുത്ത ക്ലാസ് ഇതാണ്, അച്ഛൻ ഏൽപ്പിച്ച ക്ലാസ് ഇതാണ്, ക്ഷമിക്കുന്ന സ്നേഹം. നമുക്കൊക്കെ ഡോസ് കൂടിയതാണ്, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിനേക്കാൾ ഡോസ് കൂടിയ കാര്യങ്ങളാണ് നമുക്കുണ്ടായത്. എന്നും പറഞ്ഞ് ക്ഷമിക്കാതിരിക്കാൻ പറ്റുമോ? ക്ഷമിച്ചേ പറ്റൂ. അകത്തു നിന്നും പുറത്തു നിന്നും അപകടമായിട്ടും അനർത്ഥമായിട്ടും വെല്ലുവിളിയായിട്ടും കൊന്നുകളയുമെന്നും പറഞ്ഞും വിശ്വാസത്തെ പ്രതിയുള്ള വെല്ലുവിളികളും എവിടെ ചവിട്ടിത്തേക്കാൻ നോക്കിയോ അവിടെ തന്നെ ദൈവം ഉയർത്തി. ആ അനുഭവത്തിലും സന്തോഷത്തിലും നിൽക്കുക. അവൻ്റെ കഥ കഴിഞ്ഞ് ഇനി ഇവൻ വാതിറക്കൂല. അവൻ്റെ ഒരു സുവിശേഷം, ചുറ്റിനും ആരുമില്ല, ചുറ്റും വിജാതിയരെ തിങ്ങിപ്പാർക്കുന്നതിൻ്റെ നടുക്ക് എൻ്റെ മാത്രം ഒരു ക്രിസ്തീയ ഭവനം ഇവിടെ ഉള്ളൂ. എന്ത് പണിയാണ് കാണിച്ചത്? ബ്രദർ എന്തിനാണ് ഇവിടെ വന്നതെന്ന് നോക്കി, 20 വർഷമായി വന്നിട്ട്. പക്ഷെ അവിടെ ദൈവം മലമേലുയർത്തിയ ഭവനം പോലെ നട്ട ദൈവത്തിനറിയാം എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം. വന്നതെല്ലാം അസ്തമിച്ച് കൊടഞ്ഞെറിഞ്ഞ് സകലവിധ വെല്ലുവിളികളും, മന്ത്രവാദമായിട്ടും കൂടോത്രമായിട്ടും കള്ളക്കേസുകളായിട്ടും ഉപദ്രവിക്കാനും കുപ്രചാരണങ്ങളായിട്ടും എന്ത് മനസ്സുമടുത്ത് ഇവിടെ നിന്ന് പോണോ, ഏത് കാണിച്ചാൽ ഒരാളെ ഓടിച്ചു കളയാമോ അതിൻ്റെ അങ്ങേ അറ്റം വരെ അത്ര പറയാനുള്ളൂ. അപ്പോൾ ബ്രദർ കേരളത്തിൽ തന്നെയാണ്, എറണാകുളത്ത് ചളിക്കവട്ടം പൊന്നുരുന്തി ഈസ്റ്റ് ആ സ്ഥലത്താണ് ജീവിച്ചത്. ഒറ്റയാൾ പോരാട്ടം. എൻ്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ട്, ദൈവമേ എങ്ങനെ പിടിച്ച് നിൽക്കും, നമുക്ക് എങ്ങാടെങ്കിലും പോകാം, എവിടെയെങ്കിലും വാടകയ്ക്കെങ്കിലും പോകാം. അത് തന്നെയായിരുന്നു ഇതിന് പിന്നിലുള്ള തിന്മയുടെ ശക്തികളുടെ ഉദ്ദേശങ്ങൾ. പേടിച്ചരണ്ട് ഓടണം, യേശുവിനെ തള്ളിപ്പറയണം. എവിടെ ഇവൻ്റെ യേശു ഇവനെ രക്ഷിക്കും. യേശു രക്ഷിച്ച് അവിടെ തന്നെ നിർത്തിയിട്ടുണ്ട്. നട്ടടത്ത് ഫലം പുറപ്പെടുവിക്കും. ദൈവം എവിടെ നട്ടോ അവിടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഗസ്ത്യൻ പറഞ്ഞതുപോലെ എൻ്റെ രക്തം മുഴുവൻ എണ്ണ പോലെയും എൻ്റെ ഞരമ്പുകൾ ഒരു തിരി പോലെയും തമ്പുരാന് വേണ്ടി എരിയാൻ കത്താൻ ദൈവം ഉപയോഗിക്കുന്നെങ്കിൽ അത് ഉപയോഗിക്കട്ടെ. ദൈവം തന്ന ജീവനാണ്. ശരീരത്തെ കൊല്ലുന്നതിൽ കവിഞ്ഞൊന്നും ചെയ്യാൻ കഴിയില്ലാത്തവരെ ഭയപ്പെടേണ്ട. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പലവിധ വെല്ലുവിളികൾ, ഭീഷണികൾ അകത്തു നിന്നും പുറത്തു നിന്നും, സ്വന്തം ശരീരത്തിൽ നിന്നും, മനസ്സിൽ നിന്നും, കുടുംബത്തിൽ നിന്നും, ബന്ധുക്കളിൽ നിന്നും, അയൽവാസികളിൽ നിന്നും എല്ലാം ഉണ്ടാകുമ്പോൾ ശക്തി കളയണ്ട. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്ക്. ബ്രദറേ ശരിയാ ബ്രദറേ എന്ന് ഒരു കാലത്ത് ഒരു ദിവസം പറയാൻ പറ്റും. ബ്രദർ പറഞ്ഞത് 100 അല്ല 1000 വട്ടം ശരിയാണെന്ന്. കാരണം ബ്രദറല്ല, ദൈവത്തിൻ്റെ വചനത്തിലുള്ള കാര്യം. അടുത്ത വചനം അപ്പോൾ സകറിയ 8:13
1 പത്രോസ് 3:9. അടുത്ത വചനം സങ്കീർത്തനം 115 12 മുതൽ 15 വരെ. അനുഗ്രഹത്തിൻ്റെ വചനങ്ങളാണ്. എഴുതി വെച്ച് പ്രാർത്ഥിക്കണേ. ശാപം എന്നൊക്കെ പറയില്ലേ, ശാപം വീണ് കിടപ്പുണ്ടോ, പാരമ്പര്യ കടമുണ്ടോ, പൈശാചി ഇവിടെ ഉണ്ടോ? അനുഗ്രഹം വരുമ്പോൾ, വെളിച്ചം വരുമ്പോൾ എന്ത് പോകും? ഇരുട്ട് മാറിപ്പോയിക്കോളും, അത് തന്നെ പോയിക്കോളും. അപ്പോൾ അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ ഇന്നോട്ട് പ്രാർത്ഥിക്കുക. സങ്കീർത്തനം 115 12 മുതൽ 15 വരെ. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും, അഹ്റോൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന നിൻ്റെ ഭവനത്തെ, നീ രാജകീയ പുരോഹിത പ്രവാചക ഗണമാണ്, അതുകൊണ്ട് അഹ്റോൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കും. ഇത് കേൾക്കുന്ന വ്യക്തി ആ കുടുംബത്തെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ ഭക്തന്മാരെ, ഇനി ഈ ലിസ്റ്റിലൊന്നും പറഞ്ഞതിലൊന്നും പെടാത്തവരാണെങ്കിൽ അവരെ കർത്താവിൻ്റെ ഭക്തന്മാരെ. അടുത്ത ലിസ്റ്റ് ചെറിയവരെയും വലിയവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കും. നമുക്ക് വേണ്ടി ആരുമില്ല, നമ്മുടെ കയ്യിലൊന്നുമില്ല, 0 തെനാറ എന്ന് പറയുമ്പോഴും ചെറിയവരെയും വലിയവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ണുനീര് തോരാത്ത, അല്ലെങ്കിൽ കരഞ്ഞ് കണ്ണീര് പറ്റിയ അപ്പനോ അമ്മയോ അല്ലെങ്കിൽ 2 പേരോ അല്ലെങ്കിൽ വിധവകളായിട്ടുള്ളവരോ ഒക്കെ ഉണ്ടെങ്കിൽ, ഇതാ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കും. എത്ര സ്നേഹിച്ചിട്ടും എത്ര പരിശ്രമിച്ചിട്ടും എത്ര സഹായിച്ചിട്ടും തീരാതെ കിടക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം തരും ഈ വചനം. അനുഗ്രഹത്തിൻ്റെ അനുഗ്രഹം ഇന്നോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിങ്ങളെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സങ്കീർത്തനം 115 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വീണ്ടും വളരെ ശക്തമായ വചനങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം. അവിടെ നമ്മൾ കാണുന്നു 1 മുതൽ. കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക. 7 അനുഗ്രഹങ്ങളാണ് അവിടെ കാണുന്നത്. ഇതൊക്കെ വിട്ടിട്ട് പോകണം. ദൈവത്തെക്കാളധികം അപ്പനോ അമ്മയ്ക്കോ ഭാര്യയ്ക്കോ ഭർത്താവിനോ മക്കൾക്കോ പണത്തിനോ പദവിക്കോ സ്വർണത്തിനോ പൊന്നിനോ പെണ്ണിനോ മണ്ണിനോ സ്ഥാനം കൊടുക്കരുത്. അതെല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്, പക്ഷെ അത് തലയിൽ കയറി ഇരിക്കരുത്. എത്ര പേരുടെ ഉറക്കം നഷ്ടപ്പെടുന്നതെന്നറിയാമോ? റിയൽ എസ്റ്റേറ്റ് മാഫിയകളൊക്കെ പണ്ടുണ്ടായതൊക്കെ തകർന്ന് തരിപ്പണമായി. അന്നുള്ള പലരെയും ഇന്ന് കാണാനില്ല. അപ്പോൾ അങ്ങനെയാണ് ഇതെല്ലാം. കാലങ്ങൾ മാറും, രൂപങ്ങൾ മാറും, അന്നും ഇന്നും മാറാതുള്ളത് നിൻ വചനം മാത്രം. എൻ്റെ ദൈവമേ, ആ വചനം മാത്രം മതി. അപ്പോൾ ഈ വചനം പ്രാർത്ഥിക്കണം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ 2 മുതൽ നമ്മൾ ഈ വചനം 2ഉം 3ഉം വചനം 2ഉം 3ഉം ഉൽപ്പത്തി 12 2 3 അനുഗ്രഹത്തിൻ്റെ വചനങ്ങളെ അവിടെ പറയുന്നു, ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. അനുഗ്രഹങ്ങളാണ് കേട്ടോ നമുക്കുള്ള അനുഗ്രഹങ്ങൾ. 2ാമത്തെ കാര്യമാണ് നിന്നെ ഞാൻ അനുഗ്രഹിക്കും. വീണ്ടും പറയണേ, അനുഗ്രഹിക്കും. 3ാമത്തെ കാര്യമാണ് നിൻ്റെ പേര് ഞാൻ മഹത്തമമാക്കും. 4ാമത്തെ കാര്യം പറയുന്നു, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. പേരും പ്രശസ്തി എല്ലാം തരും. ഇത് കടങ്കഥയല്ല, കെട്ടുകഥയല്ല, ഉറപ്പുള്ള കാര്യമാണ്. എൻ്റെ കഴിഞ്ഞ 35 വർഷത്തെ ശുശ്രൂഷാ ജീവിതത്തിൽ തെളിഞ്ഞും മറഞ്ഞും തലങ്ങും വിലങ്ങും കേട്ടും കണ്ടും കൊണ്ടിരിക്കുന്ന അനുഭവ സാക്ഷ്യമാണ്. വല്ലവരും പറഞ്ഞതല്ല, നേരിട്ട് അനുഭവിക്കുന്ന, ഞങ്ങൾ പ്രാർത്ഥിച്ച, ഞങ്ങൾ വചനം പറഞ്ഞു കൊടുത്ത, ഞങ്ങൾ പോയി ശുശ്രൂഷ ചെയ്ത ധ്യാന കേന്ദ്രങ്ങളിലാകട്ടെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലാകട്ടെ. നേരത്തെയൊക്കെ എഴുതി വെക്കുമായിരുന്നു എവിടെയൊക്കെയാണ് പോകുന്നത്. 100, 200, 500, 1000, 10000 വേദികൾ. ഇപ്പം എഴുതാറില്ല. നേരത്തെ എഴുതി വെക്കുമായിരുന്നു എവിടെയൊക്കെയാണ് പ്രസംഗിക്കാൻ വിളിച്ചത്. അത്രയും എണ്ണമില്ലാത്തത്ര. ഈ തൊട്ടടുത്ത ദിവസം എറണാകുളം അയ്യപ്പൻകാവ് സ്കൂളിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ്, സന്മാർഗം. കാരണം അതിൻ്റെ ഏതാനും ദിവസം മുമ്പ് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. അപ്പോൾ ആർക്കാണ്, എവിടെയാണ്, ജാതി മത ഭേദമന്യേ ദൈവം ഉപയോഗിക്കും. ആർക്ക് വേണ്ടിയാണ്?
സത്യത്തെക്കുറിച്ച് നീ സംസാരിക്കുക, നീതിയെക്കുറിച്ച് സംസാരിക്കുക, ഉണർവിനെക്കുറിച്ച് സംസാരിക്കുക, സമയം ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുക. ദൈവം എവിടെയെല്ലാം പറഞ്ഞു വിടുന്നുവോ, ജയിലിലേക്കാകാം, ഫാക്ടറികളിലേക്കാകാം, ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടിയാകാം, സ്കൂളിലേക്കാകാം, PTA വേണ്ടിയാകാം, മതാധ്യാപകർക്ക് വേണ്ടിയാകാം. ആരാ ഇത്ര വലിയ മിടുക്കനാണ് നീ? അല്ല. ഉള്ള കാര്യം പറയാം, നമ്മുടെ കാര്യം പറയണേ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കരയുന്ന സ്വഭാവമായിരുന്നു. ഒരു ഗട്സ് ഇല്ലാത്ത, ഒരു പവറും ഇല്ലാത്ത, കണ്ണീര് മാത്രമുള്ള അവസ്ഥയായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് എടുത്തുപയോഗിക്കുക, ഒരു വിശ്രമവും ഇല്ലാതെ രാവും പകലും. ഇപ്പോൾ ദേ വീഡിയോയിൽ കൂടെ കർത്താവിൻ്റെ വചനം ആയിരക്കണക്കിന് വീഡിയോകൾ ചെയ്യാനായിട്ട് സാധിച്ചു. ഇത് അനേകരിലേക്ക് എത്തണം. എല്ലാവരും സ്വതന്ത്രരാകണം. യോഹന്നാൻ 8:32 നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അത് ദൈവത്തിൻ്റെ വചനം. യേശുവിനെ അറിയണം. യേശുവിന് ജാതിയും മതമൊന്നുമില്ല. തൻ്റെ അടുക്ക വരുന്ന എല്ലാവരെയും സുഖപ്പെടുത്തും. പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ല പറയുന്നത്, ദൈവമായ കർത്താവിൻ്റെ കൽപ്പനയാണിത്. മേക്ക് ഡിസൈബിൾസ് ഓഫ് ഓൾ നേഷൻ. ലോകമെങ്ങും പോയി എല്ലാവരോടും സുവിശേഷം പ്രസംഗിക്കാം. ലോകമെങ്ങും പോയിട്ട് പ്രസംഗിക്കാൻ മാർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ 15 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് സുവിശേഷം പ്രസംഗിക്കണം, പ്രഘോഷിക്കപ്പെടണം, എല്ലാ സൃഷ്ടികളോടും പ്രസംഗിക്കപ്പെടണം. ചിലർക്കൊന്നും പിടിക്കത്തില്ല, ദഹിക്കത്തില്ല. ഇവൻ ആരടാ, എവിടെ ഇരുന്നടാ ചോദിക്കും. കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞു, എന്താ തിരുവനന്തപുരത്ത് ക്യാൻസർ സെൻ്ററിൽ പോയി പ്രസംഗം. എൻ്റെ തിരുവനന്തപുരം വരെ പോകണം. ഞാൻ എറണാകുളത്തല്ലേ, എറണാകുളം ജനറൽ ആശുപത്രിയിലുണ്ട് വിശേഷാൽ ക്യാൻസർ വാർഡ്. ഇത് കച്ചവടമല്ല, കർത്താവിൻ്റെ സുവിശേഷമാണ്. ക്യാൻസർ രോഗികളെല്ലാം അസുഖപ്പെട്ടെ എന്നും പറഞ്ഞിട്ട് അവിടെ പോയിട്ട് മാജിക്ക് കാണിക്കാനുള്ളതല്ല. മത്തായി 10:8 രോഗികളെ സുഖപ്പെടുത്തുവിൻ, പിശാചുക്കളെ ബഹിഷ്കരിൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ. പക്ഷേ അതിൻ്റെ കാതലായ ലക്ഷ്യം മാർക്കോസ് 1:15 കർത്താവിൻ്റെ നയപ്രഖ്യാപനം. പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കണം. യേശു കർത്താവാണെന്ന് എല്ലാവരും ഏറ്റുപറയാൻ. എന്തിനാ തിരുവനന്തപുരം വരെ പോകണം? ആവശ്യമുള്ളവരൊക്കെ വരുന്നുണ്ട് ശുശ്രൂഷകളിലൊക്കെ. ഒത്തിരി ക്യാൻസർ രോഗികൾ കൈയൊഴിയപ്പെട്ടവർ. ക്യാൻസർ മാത്രമല്ല, ക്യാൻസർ കൊണ്ട് മാത്രം തീരുന്നതാണ് മനുഷ്യൻ്റെ പ്രശ്നം. എന്നോടൊപ്പം ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികളുണ്ട്. വേറെ ചിലരൊക്കെ പോയ വഴി പുല്ല് പോലും മുളക്കൊന്നും കാണാനില്ല. കാരണം നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയല്ല, ദൈവം അവരെ സുഖപ്പെടുത്തി. കർത്താവ് വിളിച്ചവർ ശുശ്രൂഷയിലുണ്ട്, നിലനിൽക്കുന്നുണ്ട്. ക്യാൻസർ, ട്യൂമർ, അൾസർ, മാറാരോഗങ്ങളൊക്കെ മാറിയ ഒത്തിരി സാക്ഷ്യങ്ങൾ, അനുഭവങ്ങളുണ്ട്. ഇത് ഞങ്ങളുടെ മഹത്വത്തിനല്ല, കർത്താവിൻ്റെ മഹത്വത്തിന്. അതുകൊണ്ട് മാജിക്ക് കാണിക്കുന്നത് പോലെ പോയിട്ട് ഹോസ്പിറ്റലിൽ പോയി, ആശുപത്രിയിൽ പോയി അങ്ങനെ കാണിക്കാൻ പാടില്ല, ഇങ്ങനെ കാണിക്കാൻ പാടില്ല. ദൈവത്തിൻ്റെ വചനം അറിയാഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചോദിക്കുന്നു. യേശുവിൻ്റെ കാലത്ത് ഒരുപാട് രോഗികളുണ്ടായിരുന്നു. പക്ഷേ കർത്താവിനെ തൊട്ടവരും വിശ്വാസത്തോടെ ഒരുപാട് പേര് തൊടുന്നുണ്ട്. മാർക്കോസ് 5 കാണുന്നതാണ്. പക്ഷേ ഒരു രക്തസ്രാവക്കാരി സ്ത്രീ തൊട്ടപ്പോൾ 5:34 സ്ത്രീയെ സമാധാനത്തോടെ വ്യാധിയിൽ നിന്ന് മുക്തയാക്കുക. ഒരു ശതാധിപൻ ആവശ്യപ്പെട്ടപ്പോൾ മത്തായി 8:7 വീട്ടിൽ കിടന്ന വാതരോഗി, അവൻ്റെ വിശ്വാസം ഇസ്രായേലിൽ പോലും ആർക്കും കാണാൻ പറ്റാത്ത തരത്തിലുള്ള കർത്താവ് നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. അതുകൊണ്ട് വിശ്വാസം വേണം. അല്ലാതെ കമൻറ്റ് പറഞ്ഞ് ഇളക്കി വിട്ടിട്ട് കളിയാക്കിയിട്ട് ചോദ്യം ചെയ്തിട്ട് ശുശ്രൂഷകരെ ആക്ഷേപിച്ച് കമൻറ്റിൽ എന്തെങ്കിലും ഇട്ട് മിടുക്കരാകാൻ വേണ്ടിയുള്ളതല്ല ഈ വീഡിയോ. അതിനുവേണ്ടി ഈ വീഡിയോ എടുത്ത് നിങ്ങൾ കഷ്ടപ്പെടണ്ട. ഇത് ദൈവരാജ്യ സുവിശേഷവൽക്കരണ, കർത്താവിൻ്റെ മഹത്വത്തിന്. യേശു കർത്താവാണ്, യേശു രക്ഷകനാണെന്ന് പ്രഘോഷിക്കാൻ. പക്ഷേ നമ്മളതിൽ ഒരു ഉപകരണം മാത്രമാണ്. അപ്പോൾ ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിൻ്റെ പേര് മഹത്വമാക്കും, ഞാൻ മഹത്വമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. ആര് മഹത്വമാക്കും? ദൈവം. അത് ഷൈജു ആദപ്പള്ളി പറഞ്ഞാലും പേരെടുത്ത ധ്യാനഗുരുക്കന്മാരും ധ്യാനകേന്ദ്രങ്ങളിൽ പോയാലും എവിടെയെല്ലാം പോയാലും ആരാ? ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, കർത്താവ്. നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിൻ്റെ പേര് ഞാൻ മഹത്വമാക്കും, കർത്താവ് മഹത്വമാക്കും, യേശു മഹത്വമാക്കും, ദൈവം മഹത്വമാക്കും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. ഈ അനുഗ്രഹം എന്ന് പറയുമ്പോൾ തന്നെ ചന്ദനം ചാരിയ ചന്ദനം മണക്കുമെന്ന് പറഞ്ഞതുപോലെ ശാപമെല്ലാം മാറിപ്പോവും. അനുഗ്രഹം കൊണ്ട് നിറയപ്പെടും. കുടുംബം അനുഗ്രഹിക്കപ്പെടും, തലമുറകൾ അനുഗ്രഹിക്കപ്പെടും, മരിച്ച വിശ്വാസികൾ അനുഗ്രഹിക്കപ്പെടും, ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കടന്നു വരും. ഒന്ന് പറഞ്ഞു ഇനിയുള്ള ദിവസങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്കി ഈ വചനം
ഉൽപ്പത്തി 12:2-3. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. എല്ലാവരും അനുഗ്രഹിക്കപ്പെടും. ഞാൻ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കും. എൻ്റെ വീട്ടുപേര് ആദപ്പള്ളി എന്നാണ്. എൻ്റെ അമ്മയുടെ വീട്ടുപേര് തോട്ടകത്തെന്നാണ്. അപ്പോൾ നമ്മുടെ പാട്ടുകാരൻ പീറ്റർ ചേരാനല്ലൂരൊക്കെ കസിൻസാണ്. തോട്ടകത്ത് ഫാമിലിയിൽപ്പെട്ടതാണ്. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കും തോട്ടകത്ത് ഫാമിലി. അതുപോലെ എൻ്റെ ഭാര്യയുടെ വീട്ടുപേര് കൈപ്പള്ളി, കൊല്ലമാണ്. അപ്പോൾ കൈപ്പള്ളിക്കാർക്ക് വേണ്ടി അവരുടെ അമ്മ, എനിക്കറിയാവുന്ന വീട്ടുപേരൊക്കെ കല്ലുപുരക്കല്ലേ. എൻ്റെ മകളെ കല്യാണം കഴിഞ്ഞ കാനാട്ട് കുടുംബത്തിന്, കുട്ടത്തിപ്പറമ്പ് കുടുംബത്തിന് വേണ്ടി, മടത്തിപ്പറമ്പിൽ കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കും. ദൈവം പ്രാർത്ഥിക്കാൻ പേര് തന്നെ ഈ കുടുംബ പേര് വെച്ച് ആ കുടുംബങ്ങളിലുള്ള ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചു പോയവരെല്ലാം അനുഗ്രഹിച്ച് അനുഗ്രഹത്തിൻ്റെ ദൈവമേ അവരെ അനുഗ്രഹിക്കണേ. ഇപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ വീട്ടുപേര് വെച്ച് ചില പേരുകളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി ചുരുളുകൾ അഴിയുന്ന, ഒത്തിരി അഭിഷേകമുള്ള, അനുഗ്രഹം തുറന്നു വരുന്ന അനുഭവമുണ്ട്. ഒരു പാട്ടിൻ്റെ വരികൾ ഓർക്കുക. അനുഗ്രഹപ്പൂ മഴ ചൊരിയൂ, സകല കൃപാവരനേ, അനുഗ്രഹപ്പൂ മഴ ചൊരിയൂ, അനുഗ്രഹപ്പൂ മഴ ചൊരിയൂ, സകല കൃപാവരനേ, അനവരതം കൃപ ചൊരിയൂ, അവികല സ്നേഹാംബുജി, അനുഗ്രഹപ്പൂ മഴ ചൊരിയൂ. രണ്ട് കൈയും ഉയർത്തി നിൽക്കുന്ന കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മധ്യസ്ഥയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ അനുഗ്രഹവും മധ്യസ്ഥ സഹായവും ഇതാ അമ്മയിലൂടെ യേശുവിലേക്ക് നമുക്ക് കൊടുത്തു പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ മധ്യസ്ഥം വഴി നമുക്ക് ലഭിക്കട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വീഡിയോ പ്രയോജനപ്രദമെങ്കിൽ ഈ അനുഗ്രഹത്തിനെക്കുറിച്ചുള്ള വചനങ്ങൾ നിങ്ങൾക്ക് അനുഭവേദ്യമാണെങ്കിൽ ഇത് കിട്ടാത്ത അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് പ്രേക്ഷിത വേലകളിൽ സെയിൻറ്റ് മേരീസ് പ്രൈമറി ശുശ്രൂഷകളിൽ പങ്കുകാരാകാം. ഇത് വീഡിയോകൾ തുടർന്നും കിട്ടും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള വീഡിയോകൾ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ഷെയറും കമൻറ്റും ലൈക്കും എല്ലാം സുവിശേഷ ശുശ്രൂഷകളിൽ സപ്പോർട്ടാണ്. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.